ഹായ് ഓൾ ഓഫ് യു, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൽ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. ആദ്യത്തെ 3 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് അത് പറഞ്ഞു പോവാം. 3 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഓക്കെ, ഫസ്റ്റത്തെ ചാപ്റ്റർ നമുക്കറിയാം, ഇറ്റ്സ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്താ? സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലെ CGS സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം, SI സിസ്റ്റം, ഈ ഏരിയ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് SI ആയിട്ട് ചോദിക്കാം. സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ പറ്റി SI എഴുതാൻ ചോദിക്കാം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോവിങ് ആണ്. 2 ടേബിൾ തരും, റൈറ്റ് സൈഡ് ലെഫ്റ്റ് തരും, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തരും, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ യൂണിറ്റ്സും തന്നിട്ടുണ്ടാവും. അത് മാച്ച് ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒരു നമ്പർ തരും, എന്നിട്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മളൊരു 5-6 റൂൾസ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ റൂൾസ് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ റൂൾസ് പഠിച്ചതിന് ശേഷം ഇങ്ങനെ നമ്പർ തന്നിട്ടുണ്ടാവും, ആ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം മാത്രം എഴുതിയാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ചെയ്യാനുള്ളത് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്കറിയാം, കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ പഠിച്ചിട്ടുണ്ട്, ലെങ്ത് പഠിച്ചിട്ടുണ്ട്, ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം മാസിൻ്റെ എന്താണ്? മാസിൻ്റെ M ആണ്. ടൈമിൻ്റെ എന്താണ്? ടൈമിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് T ആണ്. പിന്നെന്താ, നമ്മൾ ലെങ്ത്തിൻ്റെ പഠിച്ചിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ പഠിച്ചത് ഏതാ? L ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കുക. ഇപ്പൊ മാസും ടൈമും ലെങ്ത് ഒക്കെ തന്നിട്ട് അങ്ങനെയാണ് വെലോസിറ്റിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക? വെലോസിറ്റി നമുക്കറിയാം ലെങ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ നമുക്ക് ഇതിങ്ങനെ എഴുതാം L ഡിവൈഡഡ് ബൈ T. അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതാം LT റേസ് ടു -1. ഈ 1/t മുകളിലോട്ട് പോയപ്പോൾ എന്തായി? T റേസ് ടു -1 ആയി. ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ചോദിക്കും. ഇപ്പോൾ മൊമെന്റം, ഫോഴ്സ് തുടങ്ങിയ കാര്യം കൈനറ്റിക് എനർജിക്ക് തന്നിട്ട് പറയും ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയും. അപ്പം നമ്മൾ എന്താക്കണം? അത് കണ്ടുപിടിക്കാൻ പഠിക്കണം. ഓക്കെ, പിന്നെ നോക്കിയേ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്താ? ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ. അതെങ്ങനെയാ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി, നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തരും, F = ma. എന്നിട്ട് ചോദിക്കും whether the equation is dimensionally correct or not. ഡയമെൻഷനലി ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുക. സോ നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്തത്. നമുക്ക് ഫോഴ്സിന്റെ അറിയാം. ഫോഴ്സിന്റെ എന്താ? MLT റേസ് ടു -2. മാസിന്റെ നമുക്കറിയാം M. ആക്സിലറേഷന് നമുക്കറിയാം LT റേസ് ടു -2. അപ്പൊ ഇതെങ്ങനെ വരും? MLT റേസ് ടു -2 ഈക്വൽ ടു MLT റേസ് ടു -2. നോക്കിയേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡും ഈക്വൽ ടു എന്താണ്? റൈറ്റ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. സോ നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ 1-2 ഇക്വേഷൻസ് തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ, എന്നിട്ട് ചോദിക്കുന്നത് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. സോ നമുക്ക് ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡെഡ്യൂസ് എ റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെയായിരിക്കും പറയാ. ഓക്കെ, ഇങ്ങനെ പറയും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ലെങ്ത്. ദെൻ ആ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറയും. അത് അറിഞ്ഞിരിക്കണം. ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കാം. നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 3 ഒന്ന് നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെറൈവ് ആൻ എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഫോർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ കാർ ഇൻ ടേംസ് ഓഫ് മാസ് ഓഫ് ദ കാർ M, വെലോസിറ്റി V and radius of the track are using dimensional analysis. Derive an empirical relationship for the ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിന്റെ മാസ് എന്താണ്? M ആണ്, വെലോസിറ്റി V ആണ്, റേഡിയസ് R ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ നോക്കിയേ? അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമുക്ക് നോക്കിയേ, ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമുക്ക് എഴുതാം ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെ? മാസിനെ, വെലോസിറ്റിനെ, റേഡിയസിനാന്ന് പറഞ്ഞിട്ടുണ്ട്.
നമ്മൾ ഇതിനെല്ലാം പവർ ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ പവർ ഉണ്ടെങ്കിലോ നമുക്ക് അറിയില്ല. ഇപ്പം നമ്മൾ m⁴ v⁴b r⁴3 ഇട്ട് കൊടുത്തു, r⁴c ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ഏതാ? mLT⁻² ഈക്വൽ ടു മാസിൻ്റെ നമുക്കറിയാം m⁴ വെലോസിറ്റിയുടെ നമുക്കറിയാം എന്താ? LT⁻⁻1⁵b. r ലെങ്ത് ആണ്, റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം L⁻c. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a = 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയേ, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ ഫോഴ്സ് എമ്മിൻ്റെ നമുക്കിതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാം. നോക്കിയേ, mLT⁻² ഈക്വൽ ടു m⁴ L⁻b T⁻−b C⁻c തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? എയ്ക്ക് ഒരു വാല്യൂ കിട്ടും, ബിക്ക് ഒരു വാല്യൂ കിട്ടും, സിക്ക് ഒരു വാല്യൂ കിട്ടും. ഇങ്ങനെ കിട്ടിയ വാല്യൂസ് കമ്പൈൻ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? F = mv²/r എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടും. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 2-3 ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ഇവിടെ കാണിക്കാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർ ഹാവ് സെയിം ഡയമെൻഷണൽ ഫോർമുല? അതായത് താഴെ 2 പെയറുകൾ 3 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. അത് പെയർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോക്കി, കൈനറ്റിക് എനർജി ആൻഡ് ടോർക്ക്, റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ്, യങ്സ് മോഡുലസ് ആൻഡ് പ്രഷർ. ഇതിൽ തന്നിരിക്കുന്നതിൽ ABC, എയിൽ ബിക്ക് സി തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് രണ്ടിനും സെയിം ഫിസിക്കൽ ഡയമെൻഷണൽ ഫോർമുല വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാണ് സെയിം ഡയമെൻഷണൽ ഫോർമുല വരുന്നത്? ഇപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം, പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? mLT⁻², ഫോഴ്സിൻ്റെ ഡിവൈഡ് ബൈ ഏരിയയുടെ എന്താ? L². അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? mLT⁻², ഇത് മുകളിലോട്ട് പോകുമ്പോൾ L⁻². സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? mL⁻1 T⁻² എന്ന് കിട്ടും. നോക്കിയേ, പ്രഷറിന്റെ കിട്ടിയില്ലേ? ഇതേ ഡയമെൻഷണൽ ഫോർമുല ആർക്കും? നമ്മുടെ യങ്സ് മോഡുലസിനും. അപ്പൊ നോക്കിയേ, നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമുക്ക് ഇങ്ങനെ സെയിം ഡയമെൻഷണൽ ഫോർമുല വരുന്ന ക്വാണ്ടിറ്റീസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തം ഇപ്പം ഞാൻ ഉണ്ടാക്കിയതുപോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അങ്ങനെ അറിഞ്ഞിരുന്നിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, താഴെ തന്നിരിക്കുക ഏതാണ് സെയിം ഡയമെൻഷണൽ ഫോർമുല ഉള്ളതെന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ഗിവൺ നമ്പർ? നമുക്കിവിടെ നമ്പർ തന്നിട്ടുണ്ട് 0.06070. അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? അതും മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെന്താ? ഗിവ് ദ എക്സാമ്പിൾ ഫോർ ദ ഫോളോവിങ്. എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റിക്ക് കൊടുക്കണം. പിന്നെന്താ? 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് സെയിം ഡയമെൻഷൻസ് ഉള്ളതിനൊക്കെ എക്സാമ്പിൾസ് കൊടുക്കാൻ വേണ്ടി ചോദിക്കാം എക്സാമിന്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചെക്ക് വെദർ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഞാൻ നേരത്തെ F=ma കാണിച്ചു തന്നില്ലേ? അതുപോലെ ഇങ്ങനെ സാധാരണ ടൈം പീരീഡിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പോവുക. ടൈമിൻ്റെ എഴുതുക. 2π കോൺസ്റ്റന്റ് ഡയമെൻഷനൽനെസ് ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ 2πക്കില്ല. ലെങ്ത്തും ജിയും അറിഞ്ഞിരിക്കുക. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ടിയുടെ ടി ആണെന്നറിയാം, ഈക്വൽ ടു 2πക്കില്ല. പിന്നെന്താ ഉള്ളത്? റൂട്ട് ഓഫ് എല്ലിൻ്റെ എന്താ? ലെങ്ത് ആണ്. എല്ല് നമുക്കറിയാം. ജി എന്ന് പറഞ്ഞ ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ആക്സിലറേഷൻ തന്നെ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? LT⁻². ഈ എല്ലും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1/T⁻². അപ്പോൾ ഈ T⁻² മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാവും? ടി ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ഓഫ് T⁻² മുകളിലോട്ട് പോകുമ്പോൾ 2 ആവും. ഇതിൻ്റെ റൂട്ട് എടുത്ത് എന്ത് വരും? ടി തന്നെ വരും. സോ നോക്കിയേ, ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡാണ്. സോ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് നമുക്കറിയാം, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ട്രാൻസ്ലേഷണൽ മോഷനുള്ള ഒബ്ജക്റ്റിനെ പറ്റിയാണ് പഠിക്കുക.
പിന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ ഒബ്ജക്റ്റുകളുടെ ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കും, യൂണിഫോം ആക്സിലറേഷൻ, സെയിം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. നമുക്കറിയാം ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് തുടങ്ങി അത് ബിയിലേക്ക് പോവുകയാണ്, അത് ഇങ്ങനെ ഒരു വഴി കൂടെ പോയി സി എന്ന് പറഞ്ഞ വഴി കൂടെ പോയി ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും പോയി. ഈ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ഇത് സഞ്ചരിച്ച ഈ പാത്തിന് ACB എന്ന് പറഞ്ഞ പാത്തിനാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്റ്റൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് അറിഞ്ഞിരിക്കണം. പിന്നെ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും അറിഞ്ഞിരിക്കുക. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ, അതായത് ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്യുക. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 5 മീറ്ററാണ് കവർ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര കവർ ചെയ്യുള്ളൂ, 5 മീറ്ററേ കവർ ചെയ്യുള്ളൂ. മൂന്നാമത്തെ സെക്കൻഡിലും 5 മീറ്ററാ. ഓരോ സെക്കൻഡിൽ ഇത് കവർ ചെയ്യുന്ന 5 മീറ്റർ വീതാ. അങ്ങനെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുക, അതിനാണ് യൂണിഫോം മോഷൻ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ളതാണ് യൂണിഫോം മോഷൻ എന്ന് പറയുക. ഇനി നോൺ യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടൈം ഇന്റർവെൽ ഡിഫറെന്റ് ദൂരമായിരിക്കും സഞ്ചരിക്കുക. ഇപ്പോൾ 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചാൽ ചിലപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ ചിലപ്പോൾ 8 മീറ്റർ സഞ്ചരിക്കും, മൂന്നാമത്തെ സെക്കൻഡിൽ ചിലപ്പോൾ ഒരു 4 മീറ്റർ സഞ്ചരിക്കുള്ളൂ. ഇത്തരത്തിലുള്ള മോഷനാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആവറേജ് വെലോസിറ്റി ആൻഡ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അഥവാ നമ്മളിങ്ങനെ എഴുതും x2 - x1 ഡിവൈഡ് ബൈ t2 - t1 എന്ന് എഴുതും. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ ആണ് x2, ഇനിഷ്യൽ പൊസിഷൻ ആണ് x1, t2 - t1 ഇനിഷ്യൽ ടൈം, ഫൈനൽ ടൈം t2 ഫൈനൽ ടൈം, t1 ഇനിഷ്യൽ ടൈം. ഇങ്ങനെ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആവറേജ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ആവറേജ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അഥവാ എങ്ങനെ എഴുതാം, v2 - v1 ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം, t2 - t1. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനൊക്കെ എന്തായിരിക്കുക, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് തരും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ഇവിടെ y ആക്സിസിൽ എൻ്റെ പൊസിഷനാണ്, x ആക്സിസിൽ ടൈം ആണ്. അപ്പോൾ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു കരുതിക്കോ, ഇങ്ങനെയാണ് ഗ്രാഫ് എന്ന് കരുതിക്കോ. ഇവിടെ ഒബ്ജക്റ്റ് t1 ടൈമിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ x1 ആണ്, t2 ടൈമിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ x2 ആണെന്ന് കരുതിക്കോ. ഇങ്ങനെ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് നമ്മളോട് പറയും ഫൈൻഡ് ഔട്ട് ദ ആവറേജ് വെലോസിറ്റി നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഇവിടെ വി ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം എന്താ, x ആക്സിസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ y ആക്സിസിലെ ചേഞ്ച്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അതായത് y ആക്സിസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ചേഞ്ച്. ഇവിടെ y ആക്സിസിലെ ചേഞ്ച് എന്താ, x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ y ആക്സിസിലെ ചേഞ്ച് ആണ് x2 - x1. x ആക്സിസിലെ ചേഞ്ച് എങ്ങനെയാ, t2 - t1. നോക്കിയേ, ഈ ഇക്വേഷൻ ആണ് ഇതിന്റെ സ്ലോപ്പ്. ആ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആണ്, നമുക്ക് കണ്ടുപിടിച്ച ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും, ആവറേജ് വെലോസിറ്റി തരും. അതുപോലെ രണ്ട് പോയിന്റ്സും കൂടെ പഠിക്കാണ്ട്. നോക്കിയേ, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടിച്ച് പിടിച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കും. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. അതായത് നമ്മളിപ്പോൾ രണ്ടാമത്തെ കേസാണ് ഡിസ്കസ് ചെയ്ത്. നോക്കിയേ, ഇങ്ങനെ ഒരു എക്സും വൈ ആക്സിസ് തന്നു, ഇവിടെ വെലോസിറ്റി തന്നു, ഇവിടെ ടൈം തന്നു. അപ്പൊ നോക്കി, ഇങ്ങനെ ഒരു ഗ്രാഫാ തന്നെ. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ഈ ഗ്രാഫിന്റെ AB എന്ന് പറഞ്ഞ ഗ്രാഫിന്റെ സ്ലോപ്പ്, അതായത് y ആക്സിസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ x ആക്സിസിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇതിന്റെ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും, ആക്സിലറേഷൻ തരും. പിന്നെന്താ, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് തരും, ആക്സിലറേഷൻ തരും. ഇപ്പൊ ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, നമ്മളിപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു പറഞ്ഞു, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ
ഈ വൈ ആക്സിസ് വെലോസിറ്റി ആണ്, എക്സ് ആക്സിസിൽ ടൈം ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കാർ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ അതും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഡെറിവേഷൻ ആണ്. നമ്മൾ പഠിച്ച വെലോസിറ്റി ടൈം റിലേഷൻ എന്താ? വി ഈക്വൽ ടു യു പ്ലസ് എ ടിയുടെ ഡെറിവേഷൻ. പിന്നെ പൊസിഷൻ ടൈം റിലേഷൻ എന്താ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡെറിവേഷൻ. പിന്നെ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ഇതിൻ്റെ ഡെറിവേഷൻ. ഇവിടെ വി എന്ന് പറയുന്നത് എല്ലാത്തിലും വി എന്ന് പറയുന്നത് നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ആണ്. യു എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ആണ്. ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. അപ്പോൾ ഈ 3 ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ ഡെറിവേഷൻ മസ്റ്റായിട്ട് ചോദിക്കും. ഇതിലേതെങ്കിലും 2 ഇക്വേഷൻസ് ഉണ്ടാക്കി എടുക്കാൻ പറയാം, അത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിനിൽ എന്താണ് സ്കേലാസ്, എന്താണ് വെക്ടേഴ്സ് എന്ന് അറിഞ്ഞിരിക്കണം. വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ആക്സിലറേഷൻ. ഒരു കാർ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ എക്സ് ഡയറക്ഷനിൽ പോയി അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ പോയി നമുക്ക് പറയാം. അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒബ്ജക്റ്റുകളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെ സ്കേലാസ് എന്ന് പറയാം. ഓക്കെ, മാസ് ഒരു സ്കേലർ. കടയിൽ പോയിട്ട് നമ്മൾ 5 കിലോ പഞ്ചസാര എന്നല്ലേ പറയാം. അപ്പൊ മാസിന് ഡയറക്ഷൻ പറയലില്ലല്ലോ. ആക്സിലറേഷൻ പറഞ്ഞ പോലെ മാസിന് ഡയറക്ഷൻ പറയാറില്ല. അപ്പൊ മാസ് എന്ന് പറയുന്നത് എന്താ? ഒരു സ്കാലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ സ്കാലാർ വെക്ടേഴ്സ് എന്താ അറിയാം. പിന്നെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് അറിയാം. യൂണിറ്റ് വെക്ടർ നിങ്ങളുടെ ഫിസിക്സിന്റെ ഫർദർ ആയിട്ടുള്ള സ്റ്റഡീസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ നോക്കിയേ, ഇപ്പോൾ നിങ്ങൾ ഐ ക്യാപ്പ് പഠിച്ചു കാണും. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഡയറക്ഷനെ കാണിക്കുന്നു. എക്സ് ഡയറക്ഷനിൽ കാണിക്കുന്നു. അതിന് മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇവിടെ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളതാണ്. അതിന്റെ ഡയറക്ഷൻ എക്സ് ആണ്. ജെ ക്യാപ്പ് എന്താ? മാഗ്നിറ്റ്യൂഡ് 1 ആണ്. വൈ ഡയറക്ഷനെ കാണിക്കുന്നു. എക്സ് ഡയറക്ഷനെ കാണിക്കും. ജെ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനെ കാണിക്കും. ആൻഡ് കെ ക്യാപ്പ് എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനെ കാണിക്കും. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് വെക്ടേഴ്സ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞുതരാം. ഒരു കാർ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ ഒരു കാർ ഏത് ഡയറക്ഷനിൽ പോകുന്നു? എക്സ് ഡയറക്ഷനിൽ പോകുന്നതാണ് ഇതിന് മീനിങ്. അല്ലെങ്കിൽ ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് വി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്തു ആവട്ടെ, കാറോ ബോളോ എന്തു ആവട്ടെ, അത് 10 മീറ്റർ പെർ സെക്കൻഡിൽ വൈ ഡയറക്ഷനിൽ പോകുന്നു എന്നതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ അത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടത് പാരലോഗ്രാം അറിഞ്ഞിരിക്കണം. ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് അറിഞ്ഞിരിക്കണം. റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്താന്ന് പറഞ്ഞുതരാം. നോക്കിയേ, ഇപ്പൊ എൻ്റെ അടുത്തൊരു വെക്ടർ ഉണ്ട്. ഒരു എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. അത് നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടർ എനെ എനിക്ക് റിസോൾവ് ചെയ്യാം ഇൻറ്റു 2 കമ്പോണൻസ്. ഒന്ന് എക്സ് ഡയറക്ഷനിലും ഒന്ന് വൈ ഡയറക്ഷനിലും. നോക്കിയേ നമുക്ക് അത് എങ്ങനെ ഞാൻ ഈ എക്സ് ആക്സിന്റെ ഭാഗത്തിന് എ എക്സ് എന്ന് എടുത്തു, വൈ ആക്സിന് എ വൈ എന്ന് എടുത്തു. അപ്പൊ നമുക്ക് വെറുതെ അപ്ലൈ നോക്കാം. നമ്മുടെ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് സൈൻ തീറ്റ അപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? എ വൈ. ഇതിന് പാരലായിട്ട് ഓപ്പോസിറ്റ് സൈഡ് എ വൈ. പിന്നെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് വെക്ടർ എ ആണ്. അപ്പൊ നമുക്ക് എ വൈ എങ്ങനെ എഴുതാം? ഈ എ വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എ സൈൻ തീറ്റ. എ എക്സ് അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ കണ്ടുപിടിച്ച് നോക്കാം. കോസ് തീറ്റസ് എങ്ങനെ വരും? നമുക്കറിയാം കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസാ, അഥവാ എ എക്സ് ഡിവൈഡ് ബൈ എ ആണ്. അപ്പൊ എ എക്സ് എങ്ങനെ എഴുതാം? എ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് ഈ വെക്ടറിനെ 2 കമ്പോണന്റ് ആക്കാം. എങ്ങനെയാക്കി നമ്മൾ? എ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ എക്സിനെ എങ്ങനെ എഴുതാന്നാ പറഞ്ഞേ? എ എക്സ് ഇസ് ഈക്വൽ ടു
എ കോസ് തീറ്റ ഐ ക്യാപ്, അതായത് ഐ ഡയറക്ഷനിൽ. എ വൈനെ എനിക്ക് എഴുതാം എ സൈൻ തീറ്റ ജെ ക്യാപ്, മീൻസ് ഏത് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ. അതറിഞ്ഞിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഏതാണ്, പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ ആണ്. പ്രൊജക്ടൈൽ മോഷൻ നമുക്ക് എന്താണെന്നറിയാം, നമ്മളൊരു ഒരു ഒബ്ജക്റ്റിനെ തീറ്റ ആംഗിളിൽ എറിഞ്ഞു കഴിയുമ്പോഴോ കിക്ക് ചെയ്ത് കഴിയുമ്പോഴോ അതൊരു പാത്ത് ട്രേസ് ചെയ്യും. അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം മാത്രം സഞ്ചരിക്കും. അങ്ങനെ ബാക്കി വിസ്കസ് ഫോഴ്സ് ഒക്കെ ഉണ്ട്, നമ്മളത് അവോയ്ഡ് ചെയ്യണം തൽക്കാലം. ഇവിടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം സഞ്ചരിക്കുമ്പോൾ അത് ട്രേസ് ചെയ്യുന്ന ഒരു പാത്ത് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുക. ആ പാത്തിനെ പറഞ്ഞ പേരാണ് പരാബോളിക് പാത്ത്. പരാബോളിക് പാത്ത് എന്ന് പറയുക. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്ട്, ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുണ്ട്. അതായത് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അടുത്ത് തറയിൽ വന്ന് തട്ടുന്ന സമയം, അത് എത്ര സമയം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും തറയിൽ വന്ന് തട്ടിയേ, ആ സമയത്തെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെറിവേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ നോക്കിയേ, നമ്മുടെ ഫുട്ബോളർ ഇവിടുന്ന് കിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബോൾ ഈ ഡയറക്ഷനിൽ, എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ തറയിലൂടെ എത്ര ദൂരം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര ദൂരം പോയി എന്നറിയണം. അതിനെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുക, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ ദൂരം കണ്ടുപിടിക്കാൻ മസ്റ്റായിട്ട് ചോദിക്കാറുണ്ട് എക്സാമിന്. പിന്നെ ചോദിക്കാനുള്ളത് മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം ഹൈറ്റ് എത്രയെന്നുള്ളതാണ്. അതിൻ്റെ ഡെറിവേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ എന്താണ് യൂണിഫോം സർക്കുലാർ മോഷൻ? യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിൽ യൂണിഫോം വെലോസിറ്റിയിലല്ല, സ്പീഡിൽ, യൂണിഫോം സ്പീഡിൽ. എന്ത് സ്പീഡിൽ? യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള മോഷൻ നമ്മൾ എന്താ പറയുക, യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് പറയുക. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. അപ്പോൾ നോക്കി, കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ല, കോൺസ്റ്റന്റ് സ്പീഡാണ്. നോക്കി, ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റിലും അതിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, കാരണം വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ പോലും അതിന്റെ ഡയറക്ഷൻ ഇടയ്ക്കിടയ്ക്ക് മാറും. സോ ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് അല്ല വെലോസിറ്റി. യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് സ്പീഡിൽ ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നതിനാണ് പറയുക. അതിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ വെലോസിറ്റിയും റിലേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ലീനിയർ വെലോസിറ്റി, വി ഈസ് ഈക്വൽ ടു ഒമേഗ ആർ എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. വി എന്ന് പറയുന്നതാണ് ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി, ആർ എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പൊ അതും അറിഞ്ഞിരിക്കുക. പിന്നെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി വെക്കണം. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡയറക്ഷൻ v²/r ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുഭവപ്പെടുന്ന ആക്സിലറേഷന്റെ പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഓൾവേസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ സെന്ററിലേക്ക് ആയിരിക്കും. ആ ആക്സിലറേഷന്റെ വാല്യൂ ആണ് എന്ത്, AC = v²/r. അപ്പോൾ ഈ റിലേഷന്റെ ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. ഇത്രയുമാണ് നമ്മുടെ ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള ഈ 3 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് നോക്കുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണം എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.